ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ശാരദാം യാത്ര സ്റ്റാർട്ടായിട്ടുണ്ട്. ചേട്ടൻ അവിടെയാണ്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര പോവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. നീലുവിനെ ഞാൻ നേരത്തെ റെഡിയാക്കി നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പോയി റെഡിയായത്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെളിയിലെടുത്ത് വെച്ചു. എന്നിട്ട് അച്ഛനും അമ്മയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിനിലാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇടയ്ക്ക് പോയി അമ്മ പല്ലവിയോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. അവളെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്നാലും വിഷമമാണ് അമ്മ പോകുന്നതിൽ. അവക്ക് മനസ്സിലായി. അവിടെ നിൽപ്പ് കണ്ടോ? അനൂസേ പോയിച്ചു വരാം കേട്ടോ. മറ്റേക്ക് വരുന്നല്ലോടി. ഓരവിടെ സാധിക്കും. പോയിച്ചു വരാം കേട്ടോ. വിശ്വചാട്ടനെ കൊണ്ട് വരാം. അമ്പാടി ഉണ്ട് കേട്ടോ. കേട്ടോ നീ വരണ്ട. എനിക്ക് എൻ്റെ അല്ലിക്കുഞ്ഞ് തരും. എൻ്റെ ആദ്യക്കൂട്ടനും തരും. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഓട്ടോയിൽ കയറി ഞങ്ങൾ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് രാത്രി 11:30-ക്കാണ് ഞങ്ങളുടെ ട്രെയിന്. സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ നേരെ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. റിസർവേഷൻ ആയിരുന്നു, അതുകൊണ്ട് ടിക്കറ്റ് ഒന്നും എടുക്കാൻ നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. നീലു അവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കയ്യിൽ ലഗേജ് ഉള്ളത് കൊണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും ടിക്കറ്റാണ് കൺഫേം ആയിരുന്നത്. എൻ്റേത് കൺഫേം ആയില്ല. പക്ഷേ അച്ഛൻ്റെ സീറ്റിലാണ് ഞാനും കുഞ്ഞും കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ ആലുവയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റിരിക്കുമായിരുന്നു. പക്ഷേ കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി. അമ്മയ്ക്കും അച്ഛനും ചായ വേണമായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പിന്നെ എയർപോർട്ടിലേക്ക് വിട്ടു. ഞങ്ങളുടെ ഫ്ലൈറ്റ് വെളുപ്പിന് 4:30-ക്കാണ്. ഞങ്ങൾ ആലുവയിലെത്തിയപ്പോൾ തന്നെ 2 മണിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അപ്പോഴും നീലമ്മ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റ് ഇൻഡിഗോ ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്ലൈറ്റാണ് ഇൻഡിഗോയും വിസ്താരയും. അങ്ങനെ ബാഗൊക്കെ കൊടുത്ത് ഞാനൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി. അടുത്തത് ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും നീലമ്മ എഴുന്നേറ്റായിരുന്നു. എന്നിട്ട് തന്നെ നടന്ന് എല്ലായിടം കാണുമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ ടൈമായി. നീലു കുഞ്ഞിലേ പോയിട്ടുണ്ടെങ്കിലും അത്ര അറിവില്ലായിരുന്നു. ഇപ്പോൾ അവൾക്ക് നല്ല അറിവുള്ളത് കൊണ്ട് അവൾ ഓരോ ഫ്ലൈറ്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയാണ് പോകുന്നത്. അമ്മ പുറകില് കുഞ്ഞിനും എനിക്കും ഫ്രണ്ടിലും അച്ഛനും അമ്മയ്ക്കും ബാക്കിലുമാണ് സീറ്റ് കിട്ടിയത്. നീലമ്മ ഭയങ്കര വഴക്കായിരുന്നു ഇതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട്. അവൾക്കത് ഫ്ലൈറ്റ് നല്ല രീതിയിൽ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വേളമായിരുന്നു അത് തുറന്നു കൊടുക്കാൻ. 3 സീറ്റ് ഉള്ളത് കൊണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ സീറ്റ് എടുത്തത്. Captain, do your seats for takeoff. നീലു ഈ കരയത് പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. അവൾക്ക് ആ വിൻഡോ സീറ്റ് തുറന്നു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാണ്. ഫ്ലൈറ്റ് വെളുപ്പിനെ 4:30 ആയതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്ന നല്ല രസമുണ്ടായിരുന്നു. നല്ല തീ കളറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. ഞങ്ങൾക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അവിടെ ഇറങ്ങി അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി. അടുത്ത ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ഇനി ഡൽഹിയിലേക്കാണ്. ഇവിടുത്തെ എയർപോർട്ടിൽ ഭയങ്കര റഷാണ്. ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ട്. അത് ക്യൂ നിൽക്കുവാണ് സത്യം പറഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട്.
അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ ലാൻഡായി. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങി യൂബർ ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് അടുത്ത ട്രെയിൻ പിടിക്കാനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്ത് തനിക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് നമുക്ക് ഡൽഹിയിലെ കാഴ്ചകളൊക്കെ കാണാം. അത് വായിച്ചു അതിന്റെ മുൻപിൽ തന്നെ കിടന്നേച്ച് ഇപ്പൊ പറയുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തിരിക്കും. വിശക്കുന്നു. ഡൽഹി ചെന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് ഒരു രീതിയിലും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ AC റൂമാണ് ബുക്ക് ചെയ്തത്. പിന്നെ വന്ന് കയറി ഉടനെ ക്ഷീണമായതുകൊണ്ട് ഞാൻ കയറി വന്നത് റൂമിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ വെക്കറ്റ് ചെയ്ത് പോവാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾക്ക് വന്ദേ ഭാരതിലാണ് ഹരിദ്വാർ പോകാനുള്ളത്. ട്രെയിൻ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. ടൈം ആവാത്തതുകൊണ്ട് അവരത് ഓപ്പൺ ആക്കിയില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. അതിൻ്റെ ഇടയ്ക്ക് നീലിൻ്റെ ഷൂ എവിടെയോ ഊരിക്കളഞ്ഞു. അപ്പോൾ ഞാനത് കുറച്ച് നേരം പോയി അവിടെ ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തപ്പി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പിന്നെ ട്രെയിൻ വിടാറായപ്പോൾ ഞാനിങ്ങനെ കയറി പോന്നു. രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങൾ ഡൽഹി ഫ്ലൈറ്റ് ഇറങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റൂം എടുക്കേണ്ടി വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് 5:30-ക്കാണ് ഞങ്ങൾക്ക് അടുത്ത ട്രെയിൻ വന്ദേ ഭാരത് ഹരിദ്വാറിലേക്ക് പോകാനുള്ളത്. കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്നാക്സൊക്കെ കൊണ്ടു തന്നായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ചിട്ട് നീലമ്മ നല്ല കളിയാണ് അമ്മൂമ്മയായിട്ട്. ഒമ്പത് മണിയാകുമ്പോഴാണ് ഹരിദ്വാർ എത്തുന്നത്. അതുകൊണ്ട് 8:30 8:45 ആയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഫുഡ് കൊണ്ട് തന്നു. അങ്ങനെ ഞങ്ങൾ ഹരിദ്വാർ എത്തി. നല്ല തിരക്കുള്ളത് കൊണ്ടും ലഗേജ് ഉള്ളത് കൊണ്ടും ഞങ്ങൾ 2 പേരും 2 സൈഡിൽ നിന്നാണ് ഇറങ്ങിയത്. അവിടുന്ന് അച്ഛൻ്റെ ഇടയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ വരുന്നെങ്കിലും പെട്ടെന്ന് കണ്ടപ്പോൾ അവൾക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. ഇന്ന് നൈറ്റ് ഞങ്ങൾ ഹരിദ്വാർ സ്റ്റേ ആണ്. ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ കാർ വരും. ചേട്ടൻ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാറിലാണ് ഞങ്ങൾ കേദാർനാഥും ബദ്രിനാഥും ഒക്കെ പോകുന്നത്.
ഇതിൽ ഞാൻ കൂടുതലും ടൈമും ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഹരിദ്വാർ കേദാർനാഥ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചാണ്. ഇത് ഞങ്ങൾ പോയ രീതിയാണ്. ഇതല്ലാതെ ഒരുപാട് രീതികളുണ്ട് അവിടത്തേക്ക് പോകാനായിട്ട്. ടൈം ലാഭിക്കാനും കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയാണ് ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ട്രെയിനെ ചൂസ് ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസ് പാട്ടുപാട്ടായിട്ട് പുറകെ വരും. ടാറ്റാ.